പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ഇറ്റ്സ് എ ഫീച്ചർ എക്സ്ട്രാക്ഷൻ മെത്തേഡ്. നമ്മൾ ഫീച്ചർ എക്സ്ട്രാക്ഷനും ഫീച്ചർ സെലക്ഷനും എന്താണെന്നും ഫീച്ചർ സെലക്ഷൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. ഇനി വരുന്നതാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ മെത്തേഡ്, അതായത് PCA ആണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. ആൻഡ് PCA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിംപ്ലിഫൈയിങ് ദ ഡാറ്റാ സെറ്റ്. നമ്മുടെ കയ്യിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ്, ഹൈ ഡയമെൻഷൻസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. And PCA is a technique which can be used to simplify a data set, and it is a linear transformation and it chooses a new coordinate system for the data set. നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിന് ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റം കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, പുതിയ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PCA എന്ന് പറയുന്നത്. നമുക്ക് ഒരു പുതിയ ഡാറ്റാ സെറ്റ്, അതായത് ഡയമെൻഷൻസ് ഒക്കെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ഡാറ്റാ സെറ്റ്, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റിനെ ഈ മെത്തേഡിലൂടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം, മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിനെ കറക്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് PCA ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് വേരിയൻസ് ബൈ എനി പ്രൊജക്ഷൻ ഓഫ് ദ ഡാറ്റാ സെറ്റ് കംസ് ടു ലൈ ഓൺ ദ ഫസ്റ്റ് ആക്സിസ്. അതിനെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻ്റ് എന്നും, ഇനി സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് വേരിയൻസ് ഓൺ ദ സെക്കൻഡ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ സെക്കൻഡ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് ആൻഡ് സോ ഓൺ. And it is used for reducing the dimensionality and by eliminating the later principal components. What is principal component analysis? And നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഡാറ്റാ സെറ്റ് കാണും. ഈ ഡാറ്റാ സെറ്റ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ വേരിയൻസും ഉള്ളത്. ഞാൻ പറഞ്ഞായിരുന്നു, വേരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഗ്രേറ്റസ്റ്റ് വേരിയൻസ് ഉള്ളതിനെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻ്റായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ ഡാറ്റ കൂടുതൽ സ്പ്രെഡായി കിടക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും വേരിയൻസ് കൂടുതൽ. ആൻഡ് ദേ ആർ ദ ഡയറക്ഷൻസ് where there is the most variance, the directions where the data is most spread out. ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, വേർട്ടിക്കലായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഡാറ്റാസിനെ കറസ്പോണ്ടിങ് ഈ വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇതിൽ ഒരുപാട് ഡാറ്റാസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോയിൻസൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഡിഫിക്കൽട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡാണ്, ദാറ്റ് ഈസ് വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഡാറ്റയെ പ്രൊജക്റ്റ് ചെയ്യും. ഇനി വേറൊന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തിട്ട് നമ്മൾ ഡാറ്റയെ അതിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പം വേർട്ടിക്കൽ ലൈനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതിനേക്കാളും കോയിൻസിഡൻസ് കുറവാണ്, എങ്കിലും ഇവിടെ കോയിൻസിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ വേറൊരു മെത്തേഡ്, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്കാറ്റർ ഡയഗ്രാം നമ്മുടെ കയ്യിൽ കാണും. നമ്മൾ അതിനെ ആദ്യം എക്സ് ഡയറക്ഷനിലോട്ട് സ്പ്രെഡ് ചെയ്ത് നോക്കും, അവിടോട്ട് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്താൽ കോയിൻസിഡൻസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നോക്കും. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസിഡൻസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ താഴോട്ട് ആ എക്സ് ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ കോയിൻസിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലോട്ടും സ്പ്രെഡ് ചെയ്ത് നോക്കും. ഇപ്പോൾ വൈ ഡയറക്ഷനിലാണെങ്കിലും സെയിം ഇഷ്യൂ അവിടെയും ഉണ്ടാവും. ഇനി അടുത്ത ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു ഡയറക്ഷനിലാണെങ്കിൽ, അങ്ങനെയുള്ളൊരു ഡയറക്ഷനിലാണെങ്കിൽ കോയിൻസിഡൻസ് അത്രയ്ക്ക് ഉണ്ടാവത്തില്ല. എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും, അതായത് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോയിൻസിഡൻസിനേക്കാളും കോയിൻസിഡൻസ് കുറവായിരിക്കും ഈ ഡയറക്ഷൻ ഡി എന്ന് പറയുന്ന ഈ ഫിഗറിലെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലോട്ടായിരിക്കും നമ്മുടെ ലാർജസ്റ്റ് സ്പ്രെഡും. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷൻ നോക്കിയാൽ നമ്മൾ ആ ഡയറക്ഷനിലോട്ടാണോ അതിൻ്റെ ലാർജസ്റ്റ് സ്പ്രെഡ്? അല്ല. അതുപോലെ വൈ ഡയറക്ഷനിലോട്ടും അല്ല ലാർജസ്റ്റ് സ്പ്രെഡും. സോ വി വിൽ കൺസിഡർ ദിസ് ഡയറക്ഷൻ. ഇനി ഈ ഡയറക്ഷനിൽ മീൻ, അതായത് എക്സിൻ്റെയും വൈയുടെയും മീൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ലാർജസ്റ്റ് spread, that is the direction of the first principal component. And here the solid dot is the point whose coordinates are the means of x and y.
ഇനി ഈ ഇതിൻ്റെ ഡയറക്ഷൻ, ആ പ്രിൻസിപ്പൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കറസ്പോണ്ടിങ് ഇപ്പോൾ കിട്ടിയ പ്രിൻസിപ്പൽ കമ്പോണൻറ്റിൻ്റെ ജസ്റ്റ് പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള ഡയറക്ഷൻ എടുത്താൽ മതി. ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഡയറക്ഷൻസ് ഓഫ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് കിട്ടും. ആൻഡ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്റ്റേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്, അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ്, അതാണ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി PCAയുടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഡാറ്റയെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൊവേരിയൻസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കൊവേരിയൻസ് മെട്രിക്സ് വെച്ചിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് എയ്ഗൻ വാല്യൂസും അതിൻ്റെ എയ്ഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിക്കും. എന്നിട്ട് ഈ എയ്ഗൻ വെക്റ്റേഴ്സും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്സ് ഈ സ്കെയിൽഡ് ഡാറ്റയിൽ പ്ലോട്ട് ചെയ്യും. ഇതാണ് ബേസിക് സ്റ്റെപ്സ് ഫോർ PCA എന്ന് പറയുന്നത്. എയ്ഗൻ വെക്റ്റേഴ്സും എയ്ഗൻ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റേഴ്സ്, ഓക്കെ, അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസിലായിരിക്കും സ്ട്രോങ്ങസ്റ്റ് കോറിലേഷൻ. അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിൻ്റെ സ്ട്രോങ്ങസ്റ്റ് കോറിലേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസിലായിരിക്കും. ബൈ ഫൈൻഡിങ് ദ എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്റ്റേഴ്സ് ഓഫ് ദ കൊവേരിയൻസ് മെട്രിക്സ്, we find that the eigenvectors with the largest eigenvalues correspond to the dimensions that have the strongest correlation in the dataset, and this is the principal component. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂസ്, നമുക്ക് കിട്ടുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റേഴ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡയമെൻഷൻസിനായിരിക്കും സ്ട്രോങ്ങസ്റ്റ് കോറിലേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി PCAയുടെ എക്സാമ്പിൾസ് ആണ്, എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ് ആണ്, ഏതൊക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ ഫീൽഡിലും നമുക്ക് PCA ആപ്ലിക്കബിൾ ആണ്. അതായത് ഫേസ് റെക്കഗ്നിഷൻ, ഇമേജ് കംപ്രഷൻ, അതുപോലെ തന്നെ പാറ്റേൺ ഫൈൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ആൻഡ് ഡാറ്റ റിഡക്ഷൻ ഇസ് ഓൾസോ വൺ ഓഫ് ദ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് PCA. Okay, etc. are the example applications. ഇനി PCA പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ, അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൺസിഡർ എ ഡാറ്റാ സെറ്റ് വിത്ത് n ഫീച്ചേഴ്സ് ഓർ വേരിയബിൾസ്. നമ്മുടെ കയ്യിൽ n ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ x1, x2, x3 അപ് ടു xn വരെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വയ്ക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ x1, x2 അപ് ടു xn. ആൻഡ് കൺസിഡർ വി ഹാവ് n എക്സാമ്പിൾസ്, ക്യാപിറ്റൽ N എക്സാമ്പിൾസും നമ്മുടെ കയ്യിലുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ലെറ്റ് ദ വാല്യൂസ് ഓഫ് ദ ith ഫീച്ചർ xib, xi1, xi2 എക്സെട്ര അപ് ടു xin. ഓക്കെ, ഇനി ഈ ഫീച്ചേഴ്സിൻ്റെ ഡാറ്റ PCA അൽഗോരിതത്തിൻ്റെ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഫീച്ചേഴ്സായിട്ട്. ദെൻ എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 അപ് ടു എക്സാമ്പിൾ n. നമുക്ക് n എക്സാമ്പിൾ, ക്യാപിറ്റൽ N എക്സാമ്പിൾസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. വി വിൽ കമ്പ്യൂട്ട് ദ മീൻസ് ഓഫ് ദ വേരിയബിൾസ്. നമ്മുടെ കയ്യിലുള്ള n ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ മീൻ കണ്ടുപിടിക്കും. ആൻഡ് വി കമ്പ്യൂട്ട് ദ മീൻ xi bar ഓഫ് ദ വേരിയബിൾ xi. അപ്പോൾ xi എന്ന് പറയുന്ന വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മീൻ എന്ന് പറയുന്നത് xi bar ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1/n ഇൻറ്റു xi1 പ്ലസ് xi2 പ്ലസ് എക്സെട്ര അപ് ടു xin. അതായത് നമുക്ക് ക്യാപിറ്റൽ N എക്സാമ്പിൾസ് ഉണ്ട്, അതുവരെയുള്ള നമ്മുടെ ഫീച്ചേഴ്സ്. ഓക്കെ, അതിൻ്റെ മീൻ. അങ്ങനെ ഓരോ വാല്യൂസിൻ്റെയും വേരിയബിൾസിൻ്റെയും മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഇതിനിടയിൽ ചെയ്യുന്ന ഒരു നമ്മുടെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ആൻഡ് വി വിൽ സബ്ട്രാക്ട് ദ മീൻ ഫ്രം ഈച്ച് ഓഫ് ദ ഡാറ്റ ഡയമെൻഷൻസ്. അതായത് നമ്മൾ എക്സ് വാല്യൂസിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്യും, അതുപോലെ വൈ വാല്യൂസിൽ നിന്ന് വൈ സബ്ട്രാക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡാറ്റ സെറ്റ് വിച്ച് ഹാസ്
മീൻ 0. അതായത് നമുക്ക് മീൻ 0 കിട്ടുന്ന ഒരു ഡാറ്റ സെറ്റിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിളാക്കാനും ഈ വേരിയൻസും കൊവേരിയൻസിൻ്റെയും കാൽക്കുലേഷനൊക്കെ കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയാലും മതി. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 3, വി വിൽ കാൽക്കുലേറ്റ് ദ കൊവേരിയൻസ് മെട്രിക്സ്. കൊവേരിയൻസ് മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൊവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡേർഡ് പെയറിൻ്റെ കൊവേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. കൺസിഡർ ദ വേരിയബിൾസ് xi ആൻഡ് xj and the covariance of the ordered pair xi, xj which is defined as in the equation. ഇതാണ് നമ്മുടെ കൊവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ കൊവേരിയൻസ് ഓഫ് xi, xj ഈക്വൽ ടു 1/N -1. എത്ര എക്സാമ്പിൾസ് ആണോ ഉള്ളത് അത് -1 ആൻഡ് സമ്മേഷൻ ഓഫ് k ഈക്വൽ ടു 1 up to n ഇൻറ്റു xik മൈനസ് xi ബാർ. xi ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മീൻ, xjk മൈനസ് xj ബാർ അതിൻ്റെ കറസ്പോണ്ടിങ് മീൻ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് കൊവേരിയൻസ് മെട്രിക്സ് കിട്ടും. ആൻഡ് നമുക്ക് കിട്ടുന്ന ഒരു n/n മെട്രിക്സ് ആയിരിക്കും, n/n ഡയമെൻഷനുള്ള മെട്രിക്സ് ആയിരിക്കും. അതിന് നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുവാണ്. എസ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ കൊവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും, എസ് ഈക്വൽ ടു ഓരോ, അതായത് x1ൻ്റെയും അതുപോലെ x1ൻ്റെ x2ൻ്റെ അങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സിൻ്റെ കൊവേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ കൊവേരിയൻസ് മെട്രിക്സ്. ആൻഡ് ദ എലമെൻറ്റ് ഇൻ ദ ith റോ ആൻഡ് jth കോളം ഇസ് ദ കൊവേരിയൻസ് ഓഫ് xi, xj. ഇപ്പോൾ xiയുടെയും ഇപ്പോൾ ith കോളത്തിലെയും ith റോയിലെയും jth കോളത്തിലെയും എലമെൻറ്റിൻ്റെ കൊവേരിയൻസ് എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് xi, xj എന്നുള്ള ഇതിലായിരിക്കും, ഫോമിലായിരിക്കും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിൽ. ആൻഡ് ദിസ് ഇസ് ദ കൊവേരിയൻസ് മെട്രിക്സ്. ഇനി നമുക്ക് കൊവേരിയൻസ് മെട്രിക്സ് കിട്ടി. ഇതിന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എയ്ഗൻ വാല്യൂസും എയ്ഗൻ വെക്റ്റേഴ്സും ആണ്. ആദ്യം നമ്മൾ എയ്ഗൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റേഴ്സ്. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിറ്റർമിനൻറ്റ് ഓഫ് s മൈനസ് ലാംഡ i ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കറസ്പോണ്ടിങ് എയ്ഗൻ വാല്യൂസ് കിട്ടുന്നത്. ആൻഡ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയ നമ്മുടെ കൊവേരിയൻസ് മെട്രിക്സ് ആണ് എസ്. ആൻഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഈ കൊവേരിയൻസ് മെട്രിക്സിൻ്റെ അതേ ഡയമെൻഷനിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും I. ആൻഡ് ലാംഡ ഈസ് ദ എയ്ഗൻ വാല്യൂ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് കിട്ടും, ലാംഡ 1, ലാംഡ 2 എക്സെട്ര അപ് ടു ലാംഡ n. ആൻഡ് ഇതിൽ നമ്മുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ലാംഡ വാല്യൂ ആയിരിക്കും നമ്മുടെ ലാംഡ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് വെക്കും. ഓക്കെ, ലാംഡ 1 ഇപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂ ഏതാണോ കിട്ടുന്നത് അതിനെ നമ്മൾ ലാംഡ 1 ആയിട്ട് കൺസിഡർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റർ കണ്ടുപിടിക്കുന്നുള്ള ഇക്വേഷനാണ് എസ് മൈനസ് ലാംഡ ഡാഷ് ഇൻറ്റു I ഇൻറ്റു യു ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറസ്പോണ്ടിങ് നമ്മുടെ യു ആണ് നമ്മുടെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റേഴ്സ്, അതിനുള്ള വാല്യൂസും കിട്ടും. അപ്പോൾ യു എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ലാംഡ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു യു കിട്ടും, അതിന് നമ്മൾ u1 ആയിട്ട് എടുക്കും. അതുപോലെ ലാംഡ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ കിട്ടും, അത് u2. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതും ഒരു 1/n മെട്രിക്സ് ആയിട്ട് കിട്ടും. അതായത് u1, u2 എക്സെട്ര അപ് ടു un എന്ന് പറയുന്ന ഒരു 1/n മെട്രിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എയ്ഗൻ വെക്റ്റർ കിട്ടി. ഇനി നമ്മൾ ഈ എയ്ഗൻ വെക്റ്ററിനെ നോർമലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കും, അതായത് നോർമലൈസ്ഡ് ആക്കി മാറ്റണം. അതായത് നോർമലൈസ്ഡ് എയ്ഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഗിവൺ എനി വെക്റ്റർ എക്സ് വി നോർമലൈസ് ഇറ്റ് ബൈ ഡിവൈഡിങ് എക്സ് ബൈ ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ വെക്റ്റർ എക്സ് എന്ന് പറയുന്ന വെക്റ്ററിനെ നമുക്ക് നോർമലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ നോർമലൈസ്ഡ് വാല്യൂ കിട്ടും.
ഓക്കെ, ഇനി ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. √(x1² + x2² + xn²) അതാണ് നമ്മുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇനി നമുക്ക് കറസ്പോണ്ടിങ് കിട്ടിയ ലാർജസ്റ്റ് ആയിട്ടുള്ള എയ്ഗൻ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്ടറാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതായത് ഏറ്റവും വലുത് ഏതാണോ ആദ്യം, ദെൻ അങ്ങനെ പോകും. ഓക്കെ, ആൻഡ് ഓർഡർ ദ എയ്ഗൻ വാല്യൂസ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആൻഡ് ദ യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ലാർജസ്റ്റ് എയ്ഗൻ വാല്യൂ ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് and the unit eigenvector corresponding to the next highest eigenvalue is the second principal component and so on. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റും കിട്ടി, സെക്കൻഡ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പുതിയ ഡാറ്റാ സെറ്റാണ്. ഈ പുതിയ ഡാറ്റാ സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് ദ എയ്ഗൻ വാല്യൂസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് λ1 greater than or equal to λ2 greater than or equal to etc. up to λn, and let the corresponding unit eigenvectors be e1, e2 etc. up to en. അതായത് നമ്മുടെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്ടേഴ്സ് ആയിരിക്കും e1, e2 etc. up to en. നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ആൻഡ് ദെൻ വി വിൽ ചൂസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. നമ്മൾ p എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കും. ആൻഡ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബിലോങ്സ് ടു in between 1 less than or equal to p less than or equal to n. അതായത് 1നും n-നും ഇടയിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ p എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് വെക്കും. ആൻഡ് വി ചൂസ് ദ എയ്ഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ എയ്ഗൻ വാല്യൂസ് λ1, λ2 etc. up to λp. നമ്മൾ ഈ ചൂസ് ചെയ്ത p വരെയുള്ള λ വാല്യൂസ് എടുക്കും. ആൻഡ് ദെൻ വി വിൽ ഫോം എ p/n മെട്രിക്സ്. p/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമുക്കുള്ള വാല്യൂസ് എയ്ഗൻ വാല്യൂസിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും നമ്മുടെ p/n മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഇവിടെ ഉണ്ട് ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ്, ഓരോ നമ്മുടെ യൂണിറ്റ് എയ്ഗൻ വെക്ടേഴ്സിൻ്റെയും ട്രാൻസ്പോസ് ആയിരിക്കും. വെർ ടി ഇൻ ദ സൂപ്പർസ്ക്രിപ്റ്റ് ഡിനോട്ട്സ് ദ ട്രാൻസ്പോസ്. അപ്പോൾ എഫ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ പുതിയ ഡാറ്റാ സെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ആൻഡ് we also form an n/N മെട്രിക്സ്. n/N മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് വെച്ചാൽ അതിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എഫ് എന്ന് പറയുന്നത് നമ്മുടെ എയ്ഗൻ വെക്ടേഴ്സിൻ്റെ p വരെയുള്ള എയ്ഗൻ വെക്ടേഴ്സിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. ആൻഡ് ഹിയർ ക്യാപിറ്റൽ എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. ദാറ്റ് ഈസ് x11 മൈനസ് x1 ബാർ, x12 മൈനസ് x1 ബാർ, ദാറ്റ് ഈസ് അതിൻ്റെ കറസ്പോണ്ടിങ് മീനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വാല്യൂ. അതാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയ മെട്രിക്സ് കമ്പ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോസ് മെട്രിക്സും ഈ എക്സ് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പുതിയ ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു p/N ഡയമെൻഷനിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് അവർ ന്യൂ ഡാറ്റാ സെറ്റ് വിത്ത് n സാമ്പിൾസ് ഹാവിങ് p ഫീച്ചേഴ്സ്. നമ്മുടെ n സാമ്പിൾസും p ഫീച്ചേഴ്സും ഉള്ള ഒരു പുതിയ ഡാറ്റാ സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുള്ള, സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റാ സെറ്റ്. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 6 is that is our new data set. The matrix x new is the new data set. Each row of this matrix represents the value of a feature. Since there are only p rows, the new data set has only features. And then conclusion, this is how the principal component analysis helps us in dimensional reduction of the data set. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓൾഡ് ഡാറ്റാ സെറ്റിൻ്റെ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്ത് പുതിയ ഡാറ്റാ സെറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ പ്രോബ്ലം കുറച്ചും കൂടെ ഈസി ആക്കാനുള്ള പുതിയ ഡാറ്റാ സെറ്റാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്.